കാലത്ത് എണീച്ച് വന്നാൽ ഇവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുക എന്നുള്ളതാട്ടോ എൻ്റെ ആദ്യത്തെ പണി. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ എൻ്റെ പണികൾ തുടങ്ങട്ടാ, അല്ലെങ്കിൽ കണ്ണും ചെവിയും തരില്ല. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ പൂച്ചകൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാ. പിന്നെ മഴയായ കാരണം മിക്ക ദിവസവും എന്തെങ്കിലും കാക്കാൾക്ക് മതിലും കൊണ്ടു കൊടുക്കാനും പറ്റാറില്ല കേട്ടാ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ലഡുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കാക്കകൾക്കൊക്കെ കൊടുത്തു. അവർക്ക് ചിന്നു ഒന്നുണ്ടായിരുന്നു, ചിന്നുവിന് കൊടുത്ത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോട്ടറിട്ട് വെള്ളമൊക്കെ ഒന്ന് എടുക്കുക കേട്ടോ. നമുക്ക് ചോറ് വയ്ക്കാനുള്ള വെള്ളമോ അടുക്കളയ്ക്ക് പെരുമാറാനുള്ള വെള്ളമൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ. പിന്നെ കെറ്റിൽ തിളപ്പിക്കാനുള്ള വെള്ളമൊക്കെ. അപ്പോൾ പൈപ്പിലത്തെ വെള്ളം എടുക്കാത്തതുകൊണ്ട് തന്നെ മോട്ടർ ഇട്ടിട്ട് നല്ല വെള്ളം എടുക്കുക ചെയ്യുക. അങ്ങനെ വെണ്ണീറൊക്കെ ഒന്ന് വാങ്ങിയിട്ട് തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് അങ്ങനെ മുൻവശമൊക്കെ ഒന്ന് തുടയ്ക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ വളരെ വളരെ വ്യൂ കുറവാണ് കേട്ടോ. എന്താ യൂട്യൂബ് മാമിന് നമ്മളെ വീഡിയോ ഒന്നും പിടിക്കണില്ല തോന്നുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾക്ക് ഈ അടുക്കളയിലും ഈ ഇട്ടവട്ടത്തൊക്കെ ഉള്ള കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടാ. അല്ലാതെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ടൂറ് പോയിട്ടും ഇതിനൊന്നും പോയിട്ടൊന്നും ഉള്ള വീഡിയോ ഒന്നും പിടിച്ചിടാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ പോട്ടെ, എത്ര കാലം ഇങ്ങനെ പോകുമെന്ന് നോക്കാമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടാ അവസ്ഥ. ചക്ക വെച്ചിട്ടുണ്ട് വീഴുക, ചെമ്പരുമയ്ക്കൊക്കെ തെറിക്കുക, പൈപ്പമ്മയ്ക്കൊക്കെ തെറിക്കുക. അങ്ങനെ അതൊക്കെ കോരി കൊണ്ടിട്ടിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ച് വന്നു കേട്ടാ. അപ്പോൾ ഒന്നൊരു സാമ്പാറാട്ടാ, പച്ച നാളികേരം അരച്ചിട്ടുള്ളൊരു സാമ്പാറാണ്. അപ്പോൾ പുട്ടവിടെ ചുടുണ്ട്, പുട്ടും പപ്പടാണ് കേട്ടാ. പിന്നെ ചെമ്മീൻ ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തലേദിവസം തന്നെ വെച്ചതാണ്. അല്ല, വിഷുവിന് കൊടുന്നതാട്ടാ. ഞാൻ 11 മണി വരെ ഇരുന്ന് വലിയ ചെമ്മീൻ അതാട്ടാ. എനിക്ക് വലിയ ചെമ്മീക്ക് ഇഷ്ടമല്ല കേട്ടോ. ആ ചെറിയ ചുവന്ന ചെമ്മീനാണ് എനിക്കിഷ്ടമുള്ളൂ. അപ്പോൾ അതൊന്ന് കഴുകി ഫ്രൈ ആക്കാണ്ട് അതൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പച്ച നാളികേരം അരച്ചിട്ട്, എന്നിപ്പോൾ നമ്മൾ ഈ സാമ്പാർ വറുത്തരച്ചിട്ടല്ലേ വയ്ക്കുക. അപ്പോൾ ഈ പച്ച നാളികേരം അരക്കുന്നുണ്ടെന്നുള്ളൂ കേട്ടോ. അതിൽ സാമ്പാർ പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം മല്ലിയും മഞ്ഞപ്പൊടിയും എല്ലാതും ഇട്ടിട്ട് തേങ്ങ വറക്കണില്ല എന്ന് മാത്രം. ബാക്കിയുള്ള എല്ലാതും നമ്മളെ പഴയ സാമ്പാർ വറുത്ത് വയ്ക്കുന്നതിൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മാറ്റം നല്ലതല്ലേ. അപ്പം ഞാൻ അങ്ങനെ ചോറിക്കും പുട്ടിക്കും ഒക്കെ ഉള്ള പപ്പടം ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ പുട്ടുപൊടി മോളെ കല്യാണമായിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് തുടങ്ങി ഇറക്കണ അരിയൊക്കെ ഉണ്ട്. ഇനിയൊന്ന് വെയിൽ വലിയൊരു ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് അരി ഉണക്കിയിട്ട് കുറച്ച് അജ്മിയുടെ പൊടിയും കൂടിയിട്ട് അങ്ങനെ ചേർത്തിട്ട് വെക്കണം. തീരെ വെയിൽ ചൂടില്ല. പിന്നെ തെങ്ങ് കയറാനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഉണങ്ങിയ കല്യാണത്തിനൊക്കെ ഇട്ട തേങ്ങ വെള്ളമൊക്കെ വറ്റിയിരിക്കണം. അപ്പോൾ അത് നമ്മൾ പൊളിച്ചിട്ട് പിന്നെ തൊണ്ടായൊക്കെ ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അതൊക്കെ വെട്ടിയിട്ട് വെളിച്ചെണ്ണയ്ക്ക് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെയിലൊന്നും ചൂടില്ലാതെ പിന്നെ ഇപ്പം വെട്ടിയിട്ട് നാശമാവുമോ എന്താ ഒന്നും അറിയില്ല കേട്ടാ. വെട്ടി വെളിച്ചെണ്ണ പാത്രത്തേക്ക് ആകുമ്പോൾ കുറച്ച് പണിയുണ്ട് കേട്ടോ. എന്തായാലും വേണ്ടില്ല, നമ്മൾ വെള്ളം വറ്റിയ തേങ്ങ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ്. തീരെ തൂക്കം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ മേടിക്കാൻ പോയപ്പോഴാട്ടാ വെളിച്ചെണ്ണൻ്റെ വില അറിഞ്ഞത്. മറ്റേ കല്യാണത്തിനൊക്കെ മേടിച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു കുറച്ച്. ഭയങ്കര വിലയാണ് വെളിച്ചെണ്ണയ്ക്കൊക്കെ അല്ലേ. നാളികേരത്തിന് വില കൂടുതലാണല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ വേഗം അടുക്കളയത്തെ പരിപാടികളൊക്കെ നോക്കി ഏട്ടനും പോകാനും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദേവകി ചേച്ചിയോടൊക്കെ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ മൂന്നാം വിഷു വന്നിട്ടാ. മൂന്നാം വിഷുവിൻ്റെ അന്നാണ് കേട്ടോ ദേവകി ചേച്ചിയുടെ വഴിക്ക് പോണത്. അപ്പോൾ ചേച്ചീൻ്റെ മറ്റേ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പം അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ മത്തി ഒന്ന് വലുതായിരിക്കണം കേട്ടോ കൂട്ടുകാർ. കുറേ കാലമായിട്ടാണ് ഈ മത്തിയുടെ 16 പ്രായം. പക്ഷേ ഇപ്പോൾ 16 കഴിഞ്ഞ് 18ഒക്കെ ആയിരിക്കണം കേട്ടോ. കുറച്ച് മത്തിയൊക്കെ പോന്ന് കണ്ടിരിക്കണം. കാരണം ഇവിടെ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ജോലിക്കൊന്നും കറി വയ്ക്കാനില്ലാത്ത കാരണം ഞാൻ കുറച്ചൊരു മത്തി മേടിക്കാൻ വേണ്ടി പോയപ്പോൾ നല്ല വില കേട്ടോ. ഒരു മത്തിക്ക് 5 രൂപ വില ഉണ്ട്. അപ്പോൾ മത്തിയൊക്കെ കുറച്ച് ടേസ്റ്റും ഉണ്ട് പറഞ്ഞിട്ടാണ് കഴിച്ചവർ. അപ്പം അങ്ങനെ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്നുകൊണ്ട് കുക്കറിൽ വേഗം വേവിച്ചതിൻ്റെ ശേഷം നമ്മൾ
വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ വാട്ടിയിട്ട് അതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള പുളിവെള്ളം ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ചോറ് ഞാൻ റേഷൻ്റെ അരിയാട്ട വെച്ചത്. അപ്പോൾ തന്നെ ഞാൻ ഊറ്റിയെടുക്കുക ചെയ്ത്. അപ്പോൾ അടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ളിയൊക്കെ കത്തുണ്ടായിരുന്നു. ഞാൻ ചെമ്മീനും കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്ക് ഞാൻ കുറച്ച് നാളികേരമൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നാളികേരം കൂടിയിട്ട് നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതൊന്ന് നല്ലൊരു വറവ് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി വറവ് ആക്കിയിടണം കേട്ടോ. പിന്നെ വീണ്ടും പറയാണ്, വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടെ കൂട്ടുകാരെ. ലൈക്കൊക്കെ കുറവാകുമ്പോഴാട്ടോ നമ്മളെ വീഡിയോ ഒന്നും പോവാത്ത. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അങ്ങനെ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വറവിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. കടുകും ഉലുവയും ഒക്കെ കറിവേപ്പിലൊക്കെ പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ സ്പൂണാട്ടാ, ഒരു ടീസ്പൂണൊന്നുമില്ല, ആയിരിക്കും ചെറിയൊരു സ്പൂണായിട്ട് സാമ്പാർ പൊടിയും ഒന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ച നാളികേരം അരച്ചെങ്കിലും നല്ലൊരു ടേസ്റ്റുള്ള ഒരു സാമ്പാർ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ മുൻവശത്തേക്ക് വന്നപ്പോണ്ട് ഇതൊരു കുഞ്ഞൊന്നുണ്ടോ, അപ്പോൾ പാവം ഒരു 10 മണിയൊക്കെ ആവാറാകുമ്പോൾ ചിന്നുവിൻ്റെ മക്കൾ വന്നിറക്കണം കേട്ടാ. അതിലത്തെ ആ കറുപ്പാണ് കേട്ടോ, നല്ല പാവം. അതിന് വണ്ടി ഇടിച്ചിട്ടൊക്കെ കാലിന് വമ്പ ഇതാണ് കേട്ടാ, കൊച്ചിയാൽ കുത്തിയിട്ടൊക്കെയാണ് വരിക. അപ്പോൾ ഞാൻ അവർക്ക് ചോറൊക്കെ കൊടുത്തിട്ടാ. അപ്പോൾ കിട്ടുമെന്ന് കരുതിയിട്ടല്ലേ വരുന്നില്ലേ പാവങ്ങൾ. അങ്ങനെ ദേവി ചേച്ചി അവിടേക്ക് പോയതാട്ടാ. അപ്പോൾ അവിടെ ചേച്ചി നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നിട്ടാ, ചായക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നല്ല ഞാൻ പൊരിച്ചേരിക്കും നല്ല അടിപൊളി നെയ്യപ്പായിരുന്നിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോറിനെക്കാട്ടി മുന്നേ തന്നെ നെയ്യപ്പ കഴിച്ചിട്ടാ. അങ്ങനെ അതൊക്കെ ഒന്ന് പോയി ഒന്ന് വീഡിയോ പിടിച്ചു. അപ്പോൾ മൈദപ്പൊടിയും അരി അരച്ചിട്ട് കുറച്ച് മൈദപ്പൊടിയൊക്കെ ചേർത്തിട്ട് നാളികേരക്കൊത്ത ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളികേരം ഒതുക്കി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, നാളികേരക്കൊത്ത് നിറയെ കടിക്കാണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കണ്ട. അപ്പം ഞാനങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മരുകളില്ല, അവിടെ വെക്കേഷനായിട്ട് പുറത്തേക്ക് പോയിറക്കണം, ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടവളെ ചെടികളൊക്കെ നല്ല നല്ല പൂക്കളൊക്കെ ഉള്ള അടിപൊളി അല്ലേ പൂക്കളൊക്കെയാണ് കേട്ടോ. റോസും അങ്ങനെ ഒന്ന് നടന്നിട്ടൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അടീനിയൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അടീനി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഷീറ്റിട്ടതിൻ്റെ ഉള്ളിൽ വെച്ചതുകൊണ്ട് തന്നെ തീരെ പൂ കിട്ടിയിരുന്നില്ല. വേട്ട അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഷീറ്റിൻ്റെ അപ്പുറത്തേക്ക് വെച്ചപ്പോൾ മഴയൊക്കെ തട്ടിയപ്പോൾ നല്ല ലെയറൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല 3 ലെയറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അഞ്ഞൊക്കെ വേഗം പൂവിടും. ഇവിടെയൊക്കെ എല്ലാമേലും നല്ല പൂക്കളുണ്ട് കേട്ടോ. അവളെ മരുകൾ നല്ല ചെടികളൊക്കെ നല്ല നോക്കും. എന്താ വെള്ള അടീനിയുണ്ട്, ചുവപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നടന്നിട്ട് അതൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാ. പിന്നെ ഇതേപോലെ ആ അറ്റത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും പിന്നെ ഞാൻ അങ്ങോട്ട് നടന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ദേവി ചേച്ചിയുടെ വീട്. അപ്പോൾ ദേവി ചേച്ചീനെ ഒരുമാതിരി കൂട്ടുകാർക്കൊക്കെ അറിയാലോ അല്ലേ. അങ്ങനെ പിന്നെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് അപ്പം ഞാൻ ഒക്കെ ഒന്ന് തുറന്നു നോക്കിയതാണ്. മത്തി നല്ല കുറച്ച് വലിയ മത്തിയാട്ടാ. മത്തി മുളക് ഇട്ടുണ്ട്, പയറുപ്പേരി, മത്തി വറുത്തത്, പപ്പടം, പുളിഞ്ചി. അപ്പം നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര തന്നെയല്ലോ കേട്ടോ. അതിൻ്റെ മോളുടെ 90 കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഫോട്ടോ ആണ് കേട്ടോ. 23 കൊല്ലം മുന്നത്തെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കേ.